പ്രതിപക്ഷത്ത് 234 MP അവർക്കിടയിൽ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്താലും അതിനെ മുതലെടുക്കാൻ BJPക്ക് ഒരു പൊതുവിഷയം വരുമ്പോൾ പറ്റില്ല എന്നുള്ള നഗ്നമായ സത്യം BJP തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അടിയന്തരമായി അവതരിപ്പിക്കുന്ന പല വിഷയങ്ങളെയും പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ലല്ലോ എന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പാർലമെന്റിൽ കളിയാക്കി. അതിനും നരേന്ദ്രമോദിക്ക് ചുട്ട മറുപടിയാണ് പ്രതിപക്ഷ MP-മാർ, തൃണമൂൽ MP-മാർ, അവരിലെ വനിതാ MP-മാർ കൊടുത്തത്. മഹുവ മൊയ്ത്രയും സൈനി ഘോഷ് അടക്കമുള്ളവരും രാഹുലിന് പിന്തുണയുമായി എത്തുകയാണ്. നമുക്കറിയാം 2019-24 കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തുള്ള 120-ൽ പരം MLA-മാർ ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ അയോഗ്യരാക്കിക്കൊണ്ടുള്ള സ്പീക്കർ ഓം ബിർളയുടെ ഭരണഘടനാ വിരുദ്ധമായ നടപടിയെ അങ്ങേയറ്റം അപലപിക്കുകയാണ് ചെയ്തത്. പാർലമെന്റിൽ ഒരിക്കലും ശക്തമായ ഒരു പ്രതിപക്ഷത്തെ നയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഓം ബിർള എത്തുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. രാജസ്ഥാനിലെ സ്വന്തം ലോക്സഭാ മണ്ഡലമായ കോട്ട പോലും വാസ്തവത്തിൽ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. പല നിയോജക മണ്ഡലങ്ങളിലും പുറകിലായിരുന്നു ഓം ബിർള. ഏറ്റവും ഒടുവിലാണ് 10,000-ഓളം വോട്ടുകൾക്ക് കോട്ടയിൽ താൽക്കാലികമായി രക്ഷപ്പെട്ടു വന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൈപ്പേറിയ അനുഭവമായി ഓം ബിർളയെ സംബന്ധിച്ചിടത്തോളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു സമ്മേളനത്തിൽ വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടി വിശ്വാസ്യത പിടിച്ചു പറ്റണമെന്ന കേന്ദ്രത്തിന്റെ നയത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്നാൽ പിന്നെ അങ്ങനെയാകാം എന്ന രീതിയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കാനായി ശ്രമിച്ചത്. എന്നാൽ അവിടെയും രാഹുലിനെ ഭീരുവെന്നും രാഹുലിനെ രാജ്യദ്രോഹി എന്നും വിളിക്കുന്ന മുദ്ര കുത്തുന്ന കേന്ദ്രത്തിലെ മുതിർന്ന BJP നേതാക്കളെ ചുട്ട മറുപടി കൊടുക്കേണ്ട ധർമ്മം പ്രതിപക്ഷത്തിന് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിലവിൽ ആ ചർച്ച ബഹിഷ്കരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, ജ്ഞാനേഷ് കുമാറിനെ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടിയല്ല ലോക്സഭയിലേക്ക് കൊണ്ടുവന്നു. ജ്ഞാനേഷ് കുമാർ നിയമിക്കപ്പെട്ടത് വാസ്തവത്തിൽ ഭരണഘടനാ വിരുദ്ധമായി തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ കൂടി സമ്മതം സാധാരണഗതിയിൽ ഉണ്ടാവേണ്ട വിഷയമാണ്. എന്നാൽ രാജീവ് കുമാറിന്റെ നിയമനത്തിൽ അതുണ്ടായില്ലല്ലോ എന്ന ചോദ്യത്തിന് അന്ന് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. BJP 2014 മുതൽ അധികാരത്തിലേറിയ നിമിഷം വരെയും ഈ നിമിഷത്തേക്കും പ്രതിപക്ഷ നേതാവിനെ അഭിമുഖീകരിക്കേണ്ടി വരില്ലല്ലോ എന്ന് ചിന്തിച്ച മഠയത്തരമാണ് അവർക്ക് വെല്ലുവിളിയായിരിക്കുന്നത്.